ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ടേഴ്സിൻ്റെ എണ്ണം കുറയുന്ന ഒരു പ്രദേശം വയനാട്ടിലുണ്ട്. നൂൽപ്പുഴ പഞ്ചായത്തിലെ ചെട്ടിയാലത്തൂരിൽ നിന്ന് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ കുടുംബങ്ങൾ നാടൊഴിയുന്നു എന്ന വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ തവണ 500ഓളം വോട്ടുകൾ ഉണ്ടായിരുന്നിടത്ത് ഇക്കുറി വോട്ട് ചെയ്യുന്നത് 135 പേർ മാത്രമാണ്. കൊടുങ്കാടിന്റെ ഒത്ത നടുവിൽ ഒരു ഗ്രാമം, അവിടെ ഒരു വിദ്യാലയം, ചെട്ടിയാലത്തൂർ സർക്കാർ LP സ്കൂൾ. ഇത് ഒരു പോളിംഗ് ബൂത്താണ്. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ 102 നമ്പർ പോളിംഗ് ബൂത്ത്. ഇവിടെ ആകെ വോട്ട് ചെയ്യാനെത്തുന്നവർ 135 പേർ. നേരത്തെ 500-ലധികം ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി വഴി ആളുകൾ ഈ ഗ്രാമത്തെ വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ കുറഞ്ഞു. ഇപ്പോൾ ഞങ്ങളൊരു 100 ചില്ലറ വോട്ട് 160-165 വോട്ടായിട്ട്. ഇപ്പോൾ പുതിയ വോട്ടർമാരെ ചേർക്കാനില്ല, 2-3 പേരെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആളുകൾ കുറഞ്ഞു പോവുക. ഞങ്ങളിപ്പോൾ 7 ജനറൽ കുടുംബം ഇവിടെ ഇല്ല. 7 ജനറൽ കുടുംബം എന്ന് പറഞ്ഞാൽ സ്ഥലമുണ്ട്, ആള് സംഖ്യ ഇത് ആളെണ്ണമില്ല. 2018 കാലം ഇവിടെയുണ്ടായിരുന്നത് 110 കുടുംബങ്ങൾ. വോട്ടർമാർ 544. നിലവിൽ ശേഷിക്കുന്നത് 48 പട്ടികവർഗ കുടുംബങ്ങളും 7 വയനാടൻ ചെട്ടി കുടുംബങ്ങളും. വോട്ടർമാരുടെ എണ്ണം 135 ചുരുങ്ങുന്ന 2024. പുതുതായി പട്ടികയിൽ ഇടം പിടിച്ചത് 4 വോട്ടർമാർ മാത്രം. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയുമൊന്നും ചെട്ടിയാലത്തൂരിനെ തൊട്ടിട്ടില്ല. ഒരുപാട് ഇലക്ഷന് ആൾക്കാർ നല്ലൊരു ആവേശമൊക്കെ ഉണ്ടായി. അതിനുള്ള ആളും ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ ഒന്നാമത് അതിനില്ല, സൗകര്യങ്ങളും ഇല്ല, ആളുമില്ല. അതാണ്. വന്യമൃഗശല്യമുണ്ട്. പുനരധിവാസ പദ്ധതി സജീവമായതിനാൽ സർക്കാരിന്റെ മറ്റു പദ്ധതികൾക്ക് പുറത്താണ് ഈ ജനത. പിറന്ന മണ്ണിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ചേക്കേറാൻ മനസ്സില്ലാത്തവരും ഉണ്ട്. ഈ കാട്ടിന്റെ ഏരിയത്തില് നമ്മൾ എല്ലാരും ഗാർഡുമാര്, ഫോറസ്റ്റുകാര്, റേഞ്ചര്, DF അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇവിടുന്ന് ഇറങ്ങിപ്പോണം. നമ്മൾ ഈ കോണവാലുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അവിടെ ചത്ത് കഴിഞ്ഞാൽ ഇത്ര ഭൂമിയിൽ ഞങ്ങളെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കയ്യും വായി കഴുകുന്ന വെള്ളമൊക്കെ നമ്മള് കുയിലേക്ക് അത്ര ഉള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും? അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു പോളിംഗ് ബൂത്ത് ഓർമ്മ മാത്രമാകും. ഈ മണ്ണിൽ നിന്ന് വേരറ്റു പോകാൻ കഴിയാത്തവർ പൊരുതി തുടരും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.